വരൂ ഗപ്പു വരൂ വരൂ കം ഓൺ ഈ റേസിൽ ഞാൻ തന്നെ ജയിക്കും റേസിൽ നിനക്ക് ജയിക്കണ്ടേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഡോഗിനെ പോലെ ഇത്ര ഫേമസ് ആവാൻ എന്റെ പോസ്റ്റർ ഇതുപോലെ ഒട്ടിക്കണം വരൂ ഗപ്പു നമുക്ക് പോയി കളിക്കാം ഇല്ല പിനാക്കി ഞാൻ കളിക്കാൻ വരുന്നില്ല ഞാൻ എന്തെങ്കിലും സോളിഡ് ആയ നല്ല പവറുള്ള നല്ല ഫെയിം കിട്ടുന്ന എന്തെങ്കിലും ചെയ്യാൻ പോകും എന്ന് വെച്ചാ എനിക്ക് ഫേമസ് ആവണം പിനാക്കി ഫേമസ് എന്റെ പോസ്റ്റർ ഇതുപോലെ വെക്കണം ആ ആ നീ പോലീസിലാവേണ്ടതായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്മാർട്ട് ഡോഗീസിനെ ആവശ്യമുണ്ട് ഇത് ആരുടെ ഡോഗിയാ ഞാൻ തന്നെയാണ് രജബാനൻ ഞാനാണ് ഇവന്റെ ട്രെയിനർ പിനാക്കി ആഹാ മോനെ ഈ ഡോഗിനെ പോലീസിൽ ചേർക്കാൻ വല്ല ആഗ്രഹമുണ്ടോ നിനക്ക് ഞങ്ങൾക്ക് അല്ലല്ല എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നെ കൊണ്ട് ഇത് പോസിബിൾ ആവില്ലെന്നാ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാ മതി കാരണം പോലീസിൽ ചേരണമെങ്കിൽ ഇവന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഗപ്പു നീ ഷുവറാണോ നിനക്ക് പോലീസിൽ ജോയിൻ ചെയ്യണമെന്ന് കാരണം അവിടെയാണെങ്കിൽ എനിക്കെന്താ അസൂയാണ് പിനാക്കി എനിക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടെന്ന് കേട്ടപ്പോൾ തമാശ പറയാനുള്ള സമയല്ലത് അവിടെ 24 മണിക്കൂർ നിനക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരും അതായത് നോ ബൂത്ത് മാജിക് എനി ടൈം ഓഫ് ദി ഡേ ചെയ്യാൻ പറ്റുമോ തീർച്ചയായും ആലോചിച്ച് നോക്ക് അവസാനം അത് പണിയാവരുത് വളരെ നല്ല തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരുടെയും ഡേ ലോങ് ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ് ഈ പോലീസ് ഡോഗ് ട്രെയിനിങ് അക്കാഡമിയിൽ ഇവിടെ നിങ്ങളുടെ കോമ്പറ്റീഷൻ ഞങ്ങളുടെ ഫേമസ് പോലീസ് ഡോഗ് ബാധയുമായിട്ടായിരിക്കും നിങ്ങൾ ജയിച്ചാൽ നിങ്ങളുടെ സ്ഥാനമുറപ്പാണ് അപ്പോൾ ലോങ് ട്രെയിനിങ് തുടങ്ങാം ആദ്യത്തെ റൗണ്ടാണ് സ്ലീപ്പിംഗ് ഗെയിം ഇത് നമ്മൾ കളിക്കാൻ പോകുന്നത് വെയർഹൌസിൽ വെച്ചാണ് ഈ തുണിയുടെ ഒരു കഷ്ണം ഞങ്ങൾ തികച്ചും ഐസൊലേറ്റഡും സ്മെല്ലിയുമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് 2 ടീമിൽ നിന്നും ഇതിന്റെ മണം പിടിച്ച് മറ്റേ കഷ്ണം കണ്ടുപിടിക്കുന്നത് ആരാണോ അവരായിരിക്കും ശരിക്കും ഈ ടാസ്കിന്റെ വിന്നർ സഹോദരാ ഈ മണം കൊണ്ട് ഞാൻ ബോധം കെട്ടി വീഴും ഇവിടെ നീ ഭൂത മാജിക് യൂസ് ചെയ്യരുത് കേട്ടോ മിണ്ടാതിരിക്കുക ഗപ്പു ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും പേടുവന്ന് വാവ് മാൻ വാവ് ഞാൻ വിചാരിച്ചു നിങ്ങൾ പരസ്പരം സംസാരിക്കുകയാണെന്ന് ഇതെങ്ങനെയാ പോസിബിൾ ആകുന്നതെന്നൊന്ന് പറഞ്ഞു തരാമോ പരസ്പരം ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഞാൻ സംസാരിക്കും ഇവൻ കേട്ടോണ്ടിരിക്കും ഞങ്ങൾ പരസ്പരം അത്രേ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഗപ്പു ഒരു
പട്ടിയായി കണ്ടിട്ടേ ഇല്ല. കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി, ഞങ്ങൾ ജയിച്ചേ. മോനെ വാവ്. ഇത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനല്ലേ ട്രിക്കായിരുന്നല്ലേ. ഇത് ചീറ്റുക. ആ ട്രെയിനർ ഒരു പാഠം പഠിപ്പിക്കണം. നിൽക്ക് ഗപ്പു, ഭൂത മാജിക് ഒന്നും ചെയ്യല്ലേ. എത്തിപ്പോയി. തുണി എവിടെ പോയി? വാവ് മോനെ വാവ്. തുണി ഗപ്പുവിന്റെ കയ്യിലാണല്ലോ. ഈ റൗണ്ടിന്റെ വിജയിയാണ് ഗപ്പുവും പിനാക്കിയും. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഗപ്പു പ്ലീസ്, ഇത്തവണ നിന്റെ ഭൂത മാജിക് ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൊടുങ്ങും. പിനാക്കി, നീ എപ്പോഴാ ഭൂത് മാജിക് കണ്ടിട്ട് പേടിക്കാൻ തുടങ്ങി? ഭൂത പവർ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഭൂതമായിട്ട് എന്താ പ്രയോജനം? വാവ് മോനെ വാവ്. റൂൾസ് നന്നായി മനസ്സിലാക്കൂ. ഈ ടാസ്കിൽ രണ്ടുപേരും ഐ സ്പൈ കളിക്കണം. ആദ്യം പിടിക്കപ്പെടുന്ന ആൾ ടാസ്കിൽ തോറ്റുപോകും. ഇതെനിക്ക് ഈസി ആയിട്ട് സാധിക്കും. ഗപ്പു, മഴ പെയ്യാൻ പോകാം. വേഗം വിളിക്ക്. വാവ് മോനെ വാവ്. നന്നായിട്ട് ഒളിക്കുന്നുണ്ടല്ലോ. ഛീ. അയ്യോ, നമ്മൾ ഇതിനകത്ത് പെട്ടുപോയല്ലോ ഗപ്പു. ഗപ്പു, കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യ ഇദ്ദേഹത്തെ പുറത്താക്കാൻ. ബട്ട് വിത്തൗട്ട് ഭൂത മാജിക്. ഓ, പണി പാളി. പ്രശ്നമായല്ലോ. ഭൂത മാജിക് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തല്ലോ മോനെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു വെതർ മാറിയത് കാരണം ഇവർക്ക് രണ്ടുപേർക്ക് സുഖമില്ലാതായെന്ന്. ഈ റൗണ്ടിന്റെ വിജയി ആരാണെന്ന് പറയൂ. ശരിക്കും ഞങ്ങൾക്ക് സുഖമില്ലെന്നാ തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭൂതങ്ങളെ കാണില്ലല്ലോ. സാർ, എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിനൊരു കുഴപ്പവുമില്ല, നമുക്ക് നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ. ഗപ്പു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഭൂതങ്ങളെ പോലെ ബിഹേവ് ചെയ്യല്ലേന്ന്. പിനാക്കി, ഇതൊന്നും ഇനിയും നടക്കാൻ പോണില്ല. റിയൽ ഡോഗിനെ പോലൊന്നും. എന്നാ നമുക്ക് പോകാം. എന്തിനാ കംപ്ലീറ്റ് ചെയ്യുന്നേ? പക്ഷെ എനിക്ക് ഫേമസ് ആവണം. ഇൻസ്ട്രക്ടർ നല്ല പോലെ പുകഴ്ത്തുന്നുണ്ടല്ലോ. എന്റെ ഫോട്ടോ എനിക്ക് ന്യൂസ് പേപ്പറിൽ കാണണം.
തോന്നുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയാലല്ലേ ന്യൂസ് പേപ്പറിൽ കാണൂ. മറന്നുപോയോ, ഭൂതങ്ങളുടെ ഫോട്ടോ ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല. Oh no, അത് ഞാൻ മറന്നുപോയി. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് ഗപ്പു. ഇത് ലാസ്റ്റ് ടാസ്ക് ആണ്. ഇത് നമ്മൾ ജയിച്ചാ പിന്നെ വലിയ പ്രശ്നമാകും. ഇത് നമുക്ക് തോറ്റു കൊടുക്കാം. ആ ഫൈനൽ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ശരിയായ കള്ളൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റെഡി, അറ്റാക്ക്. പോകൂ പോകൂ, അറ്റാക്ക്. വാവ് മോനെ വാവ്, കള്ളനെ ഒന്ന് ചുരുക്കി പിടിച്ച് കാണിക്കേ. കൺഗ്രാറ്റുലേഷൻസ് ഗപ്പു ആൻഡ് പിനാക്കി, നിങ്ങൾ രണ്ടുപേരും വിജയിച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ട്രിക്ക് റൗണ്ട് ആയിരുന്നു. അവിടെ ഒരു കള്ളനും ഉണ്ടായിരുന്നില്ല, 2 മാനിക്യൂൻസ് ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും ശരിയായി കണ്ടുപിടിച്ചു. നാളെ മുതൽ ലോങ് ടൈം ട്രെയിനിങ്ങിന് നിങ്ങൾ എൻറോൾ ചെയ്യൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം, ID കാർഡിന് വേണ്ടി. ഗപ്പു, ഒരു പോസ്റ്ററും ഇല്ലാതെ തന്നെ നീ എന്റെ ഏറ്റവും ഫേമസും ഏറ്റവും പ്രിയപ്പെട്ട ഹീറോയും ആണ്.